ഇനി നമ്മൾ വീണ്ടും ഈ ഇൻവെസ്റ്റർ മീറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസന കുതിപ്പിന് പിന്തുണയുമായി വ്യവസായ ലോകം 1.5 ലക്ഷം കോടിയിലേറെ എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപ പദ്ധതികൾ കേരളത്തിൽ എത്തുമെന്ന് ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. 374 കമ്പനികളാണ് താൽപര്യപത്രം ഒപ്പുവെച്ചത്. പദ്ധതി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അതിവേഗ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. The least corrupt state, that is Kerala, that is Gadkari said. I would like to assure one thing on record: no hidden cost is here for any industrial activities. Kerala is not in the list of the highest number of strikes in the last 1.5 decades. Not a single factory like iPhone was attacked in the state of Kerala. കേരളത്തെ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ സംസ്ഥാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറി. തൊഴിൽ സമരങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ലെന്നും പി രാജീവ് പറഞ്ഞു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദിയിൽ നിന്ന് തത്സമയം ചേരുന്നത്. വിഷ്ണു, ഗുഡ് ഈവനിങ്. എന്തായാലും വളരെ ശുഭാപ്തി വിശ്വാസമാണ് മന്ത്രി പി രാജീവ് പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് പറയുന്നുണ്ട്, നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി ചെയ്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ നിക്ഷേപങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ വരണമെന്നില്ല എന്നും പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? 1,52,000 കോടി രൂപയുടെ നിക്ഷേപം ഈ കേരള ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് മന്ത്രി പി രാജീവ് അല്പസമയം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. വളരെ പോസിറ്റീവായ ഒരു സൈനാണ്. ഏകദേശം 374 കമ്പനികളോളമാണ് താൽപ്പര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടെ നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളൊക്കെ നടപ്പാക്കും എന്ന് പി രാജീവ പറയുന്നു. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണക്കുകൾ, കുറച്ചുകൂടി സംക്ഷിപ്തമായ കണക്കുകൾ പി രാജീവ് തന്നെ വ്യക്തമാക്കും. നിലവിൽ കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയമായി കൂടി ഈ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കേരള ഇൻവെസ്റ്റാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭരണ പ്രതിപക്ഷ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു, ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഘട്ടത്തിലാണ് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയുമായി ഈ സബ്മിറ്റിന് എത്തുന്നത്. ആദ്യത്തെ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്തി, സമാപന സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എത്തി. അദ്ദേഹവും പറഞ്ഞിരുന്നത് വികസനത്തിന് രാഷ്ട്രീയമില്ല, കേരളത്തിന്റെ വികസന കുതിപ്പിന് മുന്നോട്ട് പോകാൻ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും, എല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിന് നൽകുന്നു എന്നാണ്. ഈ പദ്ധതികൾ, അതായത് ഇവിടെ സ്വീകരിച്ചിട്ടുള്ള ഈ ഇൻവെസ്റ്റ്മെന്റുകളുടെ നടപടിക്രമങ്ങളും അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളൊക്കെ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്ന് പി രാജീവ് അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരെ കൃത്യമായി നിയോഗിച്ച ശേഷമായിരിക്കും ഈ പദ്ധതികൾ ആവിഷ്കരിക്കുക. അതായത് ഓരോ സെക്ടറുകളിലും കൃത്യമായി നോഡൽ ഓഫീസർമാരെ നിയോഗിക്കും. അവരായിരിക്കും ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ അവലോകന യോഗം ചേരും. അതായത് പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇതിനു മുമ്പും കേരളത്തിൽ ബിസിനസ് മീറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അന്നും കുറേയേറെ നിക്ഷേപ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പക്ഷേ അതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണ് കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ മീറ്റ് കംപ്ലീറ്റ് ചെയ്തത്. പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ളത് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. 1.5 ലക്ഷത്തിലധികം കോടി രൂപയുടെ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം വന്നതിനെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞു വിവിധ കമ്പനികളിൽ നിന്ന്. അപ്പോൾ അത് കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ നിക്ഷേപ അന്തരീക്ഷം വിവിധ മേഖലകളിൽ, ഇപ്പോൾ കൃഷി മുതൽ, നമ്മുടെ പ്രൈമറി സെക്ടറാണ് കൃഷി മുതൽ എന്നുവെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് മുതൽ, വാല്യൂ ആഡ് കൃഷി, പുതിയ തരം കൃഷികൾ മുതൽ പലതിനും നമുക്ക് വലിയ മാറ്റമുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ IT ആയി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങൾ, നോളജ് ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ച് ഈ ചെറുകിട പുതിയ സംരംഭം
സ്റ്റാർട്ടപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇൻവെസ്റ്റ് മീറ്റിന് ശേഷം സംസാരിച്ചത്. വലിയ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വ്യവസായ വകുപ്പ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റർ മീറ്റ് സംഘടിപ്പിച്ചു. നമ്മുടെ ഈ ബജറ്റിലൊരു പ്രഖ്യാപനം നമ്മുടെ ധനമന്ത്രി നടത്തിയിരുന്നു. സാമ്പത്തിക സാക്ഷരതയ്ക്ക് വേണ്ടി, അതായത് സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ അവബോധമുണ്ടാക്കുക. പലപ്പോഴും ഈ കടക്കെണിയിലായ കുടുംബങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്വന്തം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അവബോധമുണ്ടാക്കാൻ കേരള ജനതയെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു ഫൈനാൻഷ്യൽ കോൺക്ലേവും സാമ്പത്തിക സാക്ഷരതാ പദ്ധതിയും ഉണ്ടാകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.